കൊച്ചിയിൽ ലഹരിക്കെതിരെ പോലീസ് വേട്ട. ഇന്നലെ രാത്രി 10 മുതൽ പുലർച്ചെ 1 മണിവരെ നടന്ന പരിശോധനയിൽ 77 പേരിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി. മദ്യപിച്ച് വാഹനം ഓടിച്ച 193 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. സഹിൻ ആന്റണിയുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, കഴിഞ്ഞ വർഷം 2024 2746 കേസുകളാണ് കൊച്ചിയിൽ മാത്രം ലഹരിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ അതല്ല ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഈ വർഷം ഇതുവരെ, അതായത് ഒരു വർഷം തുടങ്ങി 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിനിടയിൽ തന്നെ 550-ൽ പരം കേസുകൾ കൊച്ചിയിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇന്നലത്തെ പോലീസ് പരിശോധന എങ്ങനെയായിരുന്നു? പറയാം സഹിൻ. അതുതന്നെയാണ് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിൽ ലഹരിമരുന്ന് കേസുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ പരിശോധനയിൽ പോലും വ്യക്തമാകുന്നത്. ഇന്നലെ രാത്രി മാത്രം നടന്ന പരിശോധനയിൽ മയക്കുമരുന്നുമായി 77 പേരാണ് പിടിയിലായത്. അതായത് ഇന്നലെ ശനിയാഴ്ചയാണ്. സാധാരണ DJ പാർട്ടികളൊക്കെ എറണാകുളത്ത് വ്യാപകമായി നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആ ദിവസം പോലീസ് നടത്തിയ പരിശോധനയിൽ 77 പേരെ മയക്കുമരുന്നുമായി പിടികൂടി. മദ്യപിച്ച് വാഹനം ഓടിച്ച 193 പേരാണ് ഇന്നലെ പിടിയിലായത്. ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ 1 മണി വരെ നടത്തിയ പരിശോധനയായിരുന്നു. അതായത് കേവലം 3 മണിക്കൂർ കൊണ്ട് നടത്തിയ പരിശോധനയിൽ 300ഓളം കേസുകളാണ് കൊച്ചി നഗരത്തിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സേതു, ശരി സഹിൻ, ഇങ്ങനത്തെ പരിശോധനകളൊക്കെ ഇനി വരും ദിവസങ്ങളിലും കൂടെ കൂടുതൽ കർശനമാകട്ടെ. പോലീസിനെ പേടിച്ചെങ്കിലും ഈ ലഹരി മരുന്ന് വ്യാപനം അതിനൊരു കുറച്ചെങ്കിലും തടയിടാൻ കഴിഞ്ഞാൽ അത്രത്തോളമെങ്കിലുമായി കൊച്ചി നഗരത്തിലെ ഈ ലഹരി വ്യാപനത്തെ ആശങ്കയോടെ മാത്രമേ കാണാനും സാധിക്കുകയുള്ളൂ. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.